അജീഷ്, ഉദ്വേഗജനകമായ ചില നിമിഷങ്ങൾ ഈ അഞ്ചാം നാളിലും ഉണ്ടായി. അത്തരത്തിലുള്ള കാഴ്ചയായിരുന്നു അല്പസമയം മുമ്പ് നമ്മളേവരും കണ്ടത്. ഇവിടെ നിന്ന് എയർലിഫ്റ്റ് ചെയ്താണ് സൂചിപ്പാറയിൽ നിന്നുള്ളവരെ ഇങ്ങോട്ടേക്ക് എത്തിച്ചത്. 3 പേരാണ് ഉണ്ടായിരുന്നത്. അതിൽ 2 പേരെ എയർലിഫ്റ്റ് ചെയ്തെത്തിച്ചു. അങ്ങനെ ഒരാളെ കൺട്രോൾ റൂമിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. ആ ഒരു രക്ഷാപ്രവർത്തനത്തിൻ്റെ കാര്യത്തിലേക്ക് പറഞ്ഞാൽ നമുക്കറിയാം, ഈ പോത്തുകൽ മേഖല, നിലമ്പൂരിൻ്റെ പനങ്കയം ഉൾപ്പെടെയുള്ള മേഖലകൾ, അങ്ങോട്ടേക്ക് അവിടെ ഈ ചാലിയാർ പുഴയിലൂടെ ഒലിച്ചെത്തിയത് 190 മൃതദേഹങ്ങളാണ്. ഇതുവരെയുള്ള ഇന്ന് രാവിലെ കൂടി കണ്ടെടുത്ത 2 മൃതദേഹങ്ങളുടെ കണക്ക് കൂടി കൂട്ടുമ്പോൾ 190 മൃതദേഹങ്ങൾ. അപ്പോൾ അവിടെ അത്തരത്തിൽ ഒരു ദുഷ്കരമായ ഒരു ദൗത്യം ആ ഒരു മേഖലയിലുണ്ട്. കാരണം അതീവമായ ഒരു കുത്തൊഴുക്കുണ്ട്. അത്തരത്തിൽ ശക്തമായ കുത്തൊഴുക്കിനെയും മറികടന്ന് വടമൊക്കെ കെട്ടി ചില ദൃശ്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ കണ്ടിരുന്നു. ഒരു ട്രാക്ടറാണ്, ട്രാക്ടറിൻ്റെ ടയറിൽ ഈ വടം കെട്ടി മറുകരയിൽ നിന്ന് ആളുകൾ വലിക്കുകയാണ്. അതിന് മുകളിലായ ഒരാൾ കിടന്നുകൊണ്ട് ആ ടയർ നേരെയാക്കുന്ന അത്തരത്തിൽ ദുഷ്കരമായ ഒരു ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കുറച്ച് ആളുകൾ. ആ മേഖലയിൽ നിന്നാണ് 3 പേർ ഈ ഒരു സൂചിപ്പാറ മേഖലയിലേക്ക് ഈ പരിശോധനയുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയത്. 3 രക്ഷാപ്രവർത്തകരാണ്. ഇവർ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. ഒഴുക്കിൽപ്പെട്ട് അവർ അവസരോചിതമായി തന്നെ അതിന് മുകളിലുള്ള ഒരു പാറയ്ക്ക് മുകളിലേക്കായി നിലയുറപ്പിച്ചു. പിന്നീട് സൈന്യം എത്തി, ഹെലികോപ്റ്റർ എത്തി. 2 പേരെ നിലയിൽ ആയിരുന്ന 2 പേരെ, എന്നാലും ആരോഗ്യനിലയിൽ സാരമായി അവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെ എത്തിച്ചപ്പോൾ നടന്നാണ് അവർ ഈ ആംബുലൻസിലേക്ക്, സൈന്യത്തിൻ്റെ ആംബുലൻസിലേക്ക്, മേപ്പാടിയിലെ ആശുപത്രിയിലേക്ക് പോയത്. മറ്റൊരാളെ അവിടെ നിന്ന് നേരിട്ട് തന്നെ കൺട്രോൾ റൂമിലേക്കും എത്തിച്ചു എന്നുള്ളതാണ്. ഇന്നലെ വൈകിട്ടും നമുക്ക് അത്തരത്തിലൊരു സൂചന ഉണ്ടായിരുന്നു. ഒരു ജീവന്റെ സാന്നിധ്യം ഉണ്ടെന്നൊരു സ്പന്ദനം ഉണ്ടെന്ന റഡാറിൽ സിഗ്നൽ തെളിഞ്ഞു. പിന്നെ അത് ഇല്ല എന്നും ഉള്ള ഒരു നിഗമനത്തിലും എത്തുകയായിരുന്നു. അങ്ങനെ 4ാം നാളും 5ാം നാളും ഒക്കെ ഒട്ടേറെ നാടകീയ അല്ലെങ്കിൽ ഉദ്വേഗജനകമായ മുഹൂർത്തങ്ങളിലൂടെ നമ്മൾ തെരച്ചിലേക്ക് പോകുന്നു എന്നുള്ളത് തന്നെയാണ്. തെരച്ചിലിനെ പറ്റി പറയുമ്പോൾ നമ്മളിതാ കാണുന്ന, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു പ്രദേശം ബെയിലി പാലത്തിന് തൊട്ടടുത്താണ് ഞാൻ നിൽക്കുന്നത്. ഈ ഒരു മേഖലയിൽ വെള്ളാർമല സ്കൂളിനും ചൂരൽമല ഈ പാലത്തിനും സമീപമായി ഒരു സോണാണ്. അങ്ങനെ 6 സോണുകളിലായി തിരച്ചിൽ പുരോഗമിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ ഒരു മേഖലയിലെ തിരച്ചിൽ ഏറ്റവും സുഗമമായത് ബെയിലി പാലത്തിൻ്റെ നിർമ്മാണത്തോടു കൂടി തന്നെയാണ്. എത്ര മണ്ണുമാന്തി യന്ത്രങ്ങൾ വേണമെങ്കിലും നമുക്ക് ആവശ്യമായ ഇടത്തേക്ക് എത്തിക്കാനുള്ള സജ്ജീകരണങ്ങളുണ്ട്. സൈന്യത്തിൻ്റെ വാഹനങ്ങൾ കടക്കും, ഓഫ് റോഡ് ജീപ്പുകൾ ഇതുവഴി കടന്നു പോകും. അത്തരത്തിൽ ഒരു കൃത്യമായ പ്ലാനോട് കൂടി കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞതാണ്. ആദ്യ ദിനം നമുക്ക് ഒരു ആക്സസും ഉണ്ടായിരുന്നില്ല. 2ാം ദിനം കൂടുതൽ നമ്മൾ മനുഷ്യ നിർമ്മിതമായ പല കാര്യങ്ങളിലൂടെ പാലമൊക്കെ നിർമ്മിച്ചു. പക്ഷെ അതും തകരുന്ന ഒരു സാഹചര്യം. 3ാം നാൾ തൊട്ട് സൈന്യത്തിൻ്റെയൊക്കെ ഒരു ഇടപെടൽ എത്തുന്നു. 4ാം നാളിലേക്ക് വരുമ്പോൾ കൂടുതൽ ഈ സംവിധാനങ്ങൾ എത്തുന്നു. ബെയിലി പാലമൊക്കെ വരുന്നു. കൃത്യമായ ഒരു പ്ലാൻ കേന്ദ്രീകരിച്ചുള്ള ഒരു തെരച്ചിൽ തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. നമുക്ക് മണ്ണിനടിയിൽപ്പെട്ട ഒരുപാട് ശരീരങ്ങൾ ഓരോ ദിനങ്ങളായി പുറത്തെടുക്കുന്നു എന്നുള്ളത് ഒരു വേദനിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. കൂടുതൽ മൃതദേഹങ്ങൾ ഇനിയും പുറത്തെടുത്തുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതിനുവേണ്ടിയുള്ള ഒരു തിരച്ചിലാണ് ഈ മണ്ണിനടിയിലൊക്കെ. അതിന് അത്യാധുനിക യന്ത്രങ്ങളുണ്ട്, റഡാറുണ്ട്. ഇന്നലെ ഉൾപ്പെടെ കൊണ്ടുവന്ന സ്വകാര്യ ഏജൻസിയാണ് സൈന്യത്തെ സഹായിക്കാനായി റഡാർ ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്നത്. ആ റഡാറിൻ്റെ സഹായമുണ്ട്, സ്നിഫർ ഡോഗ്സ് ഉണ്ട്. അത്തരത്തിൽ എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട്. പിന്നെ കൈമേയി മറന്നു പ്രവർത്തിക്കുന്ന വോളണ്ടിയർമാരുടെ, സന്നദ്ധ പ്രവർത്തകരുടെ കഥ, അത് നമ്മൾ എല്ലാ ദിവസവും ഇവിടെ ഒറ്റ ഒരു